മരിച്ചുപോയവർക്ക് വേണ്ടി ഒന്ന് മനസ്സ് വെച്ചങ്ങ് പ്രാർത്ഥിച്ചാൽ എന്നാന്നറിയാമോ, നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ പ്രാർത്ഥന കൊണ്ടല്ല, യേശുവിൻ്റെ യോഗ്യത കൊണ്ട് എന്നാ സംഭവിക്കുന്നറിയാമോ, ആ സമയത്ത് തന്നെ അനേക ആത്മാക്കൾ രക്ഷപ്പെടും. ഇന്നിപ്പോൾ നമ്മൾ ബലി അർപ്പിക്കുമ്പോൾ നിയോഗം വെക്കുകയാണ്, ഈശോയെ കുടുംബത്തിലെ എല്ലാ പൂർവികർക്കും വേണ്ടി അവരുടെ പാപപരിഹാരം അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളിതാ ഈ ബലി സമർപ്പിക്കാം. അപ്പോൾ ഈ സമയത്ത് എന്നാ പറ്റുമെന്നറിയാം, നിങ്ങളുടെ കുടുംബത്തിലെ അനേകം ശുദ്ധീകരണ ആത്മാക്കൾ ഈ ഒരൊറ്റ ബലിയിലെ പ്രാർത്ഥന കൊണ്ട് തന്നെ ചിലപ്പോൾ ഈശോയുടെ അടുത്തേക്ക് അങ്ങ് പോകും. പോയാൽ എന്നാ പറ്റുമെന്നറിയാമോ, അവർ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തുമ്പോൾ ഈ ബലി തീരുന്നതിന് മുമ്പ് തന്നെ അവർ ദൈവസന്നിധിയിൽ, അവർ വിശുദ്ധരുടെ മുമ്പാകെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് അവർ കർത്താവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയും, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ചാക്കോച്ചൻ്റെ കൊച്ചിൻ്റെ കല്യാണം അങ്ങ് നടത്തി കൊടുക്കണം ഈശോയെ. പ്രാർത്ഥിക്കും. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി വിടുതലുണ്ടാവുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം ഇതാണ്. അതായത് മരിച്ചുപോയ ആത്മാക്കൾ, ശുദ്ധീകരണ ആത്മാക്കൾ സ്വർഗത്തിലെത്തിയാൽ പിന്നെ അവർ വിശുദ്ധരാണ് ആണല്ലോ. അവർ സ്വർഗത്തിലിരുന്നാൽ പിന്നെ ഒറ്റ പരിപാടിയുള്ളവർക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, തങ്ങളെ സഹായിച്ചവരെ എല്ലാം സഹായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ശുദ്ധീകരണാത്മാവിന് വേണ്ടിയെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വർഗത്തിലെത്തുന്നവരെ അവരുടെ പ്രാർത്ഥന നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും.